ഓണങ്ങെത്തിയല്ലേ, ഇന്നങ്ങനെ അത്തവുമായി. ആദ്യത്തെ അത്തം അതുദിനത്തിൽ സദ്യയിലെ പ്രധാനിയെ തന്നെ നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പച്ചക്കറികളൊക്കെ യഥേഷ്ടമിട്ട് നല്ല കുറുകിയ ഒരു സാമ്പാർ, ഒരു സദ്യ സ്റ്റൈൽ സാമ്പാർ. നമ്മുടെ ഓണം സീരീസിൻ്റെ എപ്പിസോഡ് 6 ഇന്നൊരു സദ്യ സ്റ്റൈൽ സാമ്പാർ തന്നെ നമുക്കുണ്ടാക്കാം. അപ്പോൾ വേഗം റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ കുറച്ച് തുവരപ്പരിപ്പ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പരിപ്പിനൊപ്പം കുറച്ച് കുഞ്ഞുള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉപ്പിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. അതിനായി പൊട്ടറ്റോയും സവാളയും പിന്നെ പടവലങ്ങയും വെണ്ടയ്ക്കയും ക്യാരറ്റും എല്ലാം കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പുളിവെള്ളവും മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് വെള്ളവും ചേർത്ത് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പച്ചക്കറികളെല്ലാം അവിടെ ഇരുന്നൊന്ന് കുക്കാവട്ടെ. നമുക്കപ്പോഴത്തേക്കും ഒരു താളിപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ച് അല്പം താളിപ്പൊന്ന് മാറ്റി വയ്ക്കാം. കടുക് താളിക്കുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി കൂടി ഇട്ടാൽ കുറച്ചുകൂടി രുചിയും മണവും കൂടും. ഇത് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും പിന്നെ വഴുതനങ്ങയും ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇവയൊന്നും നമ്മൾ കുക്കറിലിട്ട് വേവിക്കില്ല, കാരണം ഇതെല്ലാം വെന്തുടഞ്ഞു പോകും. വെന്ത ഈ പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, ഒരൽപ്പം ഉലുവ പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്നുകൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സാമ്പാർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയുടെ കൂട്ടും പരിപ്പും എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ സാമ്പാറിൽ നിന്നും നല്ലൊരു മണം വരും. ആ കായത്തിൻ്റെയും ആ പച്ചക്കറികൾ വെന്തുടഞ്ഞ് പരിപ്പുമായി ചേരുമ്പോഴുള്ള ആ ഒരു നല്ലൊരു മണം വരും. നമ്മുടെ സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കി നമ്മുടെ പരിവൊക്കെ ഒന്ന് കറക്റ്റാക്കാം. കണ്ടോ, നമ്മുടെ കുറുകിയ സാമ്പാർ വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് പ്രസൻറ്റ് ചെയ്യാം. സദ്യയിൽ രണ്ടാമതായിട്ടാണ് സാമ്പാറിനെ വിളമ്പുന്നത്. ആദ്യം പരിപ്പ് പപ്പടം നെയ്യ്, രണ്ടാമതാണ് സാമ്പാർ. അപ്പോൾ ഈ സാമ്പാർ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ റെസിപ്പീസിൽ അടുത്ത റെസിപ്പി എന്താ വേണ്ടത് കമൻറ്റ് ചെയ്യണേ.